ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ മുംബൈയിൽ നിന്ന് നേരെ ഡൽഹിയിലെത്തിയിട്ടുണ്ട്. ഡൽഹിയിൽ നമ്മൾ ഇവിടെ ആരൊക്കെയാണ് നിൽക്കുന്നത് നോക്ക്. സ്പൈ, അപ്പോൾ ഇതിൽ കാലൻ, ഷാഡോ ഉണ്ട്. ഷാഡോവിന് ആ റൂമിലോ അല്ലേ? ആ റൂമിലാണ്. അപ്പോൾ ഇവരും നമ്മുടെ BMPS ടൂറിന് വേണ്ടി നമ്മുടെ കേരളത്തിൽ നിന്നുള്ള സ്ക്വാഡ് എന്ന രീതിയിൽ നമ്മൾ ഇവിടെ വന്നതാണ്. ഞാൻ ഓഫ് കോഴ്സ് നമ്മുടെ എന്താ പറയുക, ഞാൻ മുംബൈയിൽ ബൂട്ട് ക്യാമ്പിലാണെന്ന് അറിയുന്നുണ്ടോ. അപ്പോൾ ഞാൻ അവിടെ അൺഫോർച്ചുനേറ്റ്ലി സോൾ ക്വാളിഫൈ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഓഫ് കോഴ്സ് നമ്മളിപ്പോൾ 8-ബിറ്റിനെ സപ്പോർട്ട് ചെയ്യാവുന്ന രീതിയിലൂടെ വന്നുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ നിന്ന് ഉള്ള ഒരു ടീം എന്ന രീതിയിൽ നമ്മുടെ LHS നമ്മുടെ അതേപോലെ തന്നെ ഒപ്പം എനിക്കിതിൽ ഏറ്റവും കൂടുതൽ കപ്പിലുള്ള സ്പൈ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ചെക്കനെ കാകെ മാറിയിട്ട് ഇവനെ കാണിച്ചു തരാം. ഞാൻ ഇവനെ കണ്ടപ്പോൾ തന്നെ ഇവൻ്റെ കോലം വലുപ്പവും ചെക്കൻ ജിമ്മിലൊക്കെ പോയി വലുപ്പം വെച്ച് വെളുത്ത് തടി വെച്ച് മൊത്തത്തിൽ മാറി കേട്ടോ. കറക്റ്റ് ഒരു കൊറിയൻ സ്പൈ ഇവന്റെ നിക്ക് നെയിം. കറക്റ്റ് കൊറിയൻ സ്പൈ പോലെ തന്നെ ആയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങള് ഇവിടെ ക്വാളിഫൈ ആവുന്നത് ഓഫ്കോഴ്സ് നിങ്ങളെ ആദ്യത്തെ ലാനല്ല. അപ്പൊ ഇത്രയും ഇപ്പൊ ലാൻ കളിച്ചതിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ ഇതുവരെ എത്തിയിലുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മുടെ കാര്യം പറയുന്നത്? ഇതുവരെ എത്തിയിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കാലിനായാലും സന്തോഷമുണ്ട്. ഞാൻ റിട്ടയർ ചെയ്യണമെന്ന് വെച്ചിരുന്നതാ. പിന്നെ ഞാൻ കളിച്ചത് മെയിനായിട്ട് അക്കീഫിനും രാത്രിനും വേണ്ടിയാ. ക്വാളിഫൈ ആവാൻ പറ്റി, അതന്നെ വലിയ കാര്യം. ഞങ്ങൾ ജയിക്കും, കപ്പ് ഞങ്ങൾ നോക്കും. സംഭവം തന്നെയാണ്. സെക്കൻഡ് ടൈം അല്ലേ, ആകെ ഒരു ടീമല്ലേ കയറില്ല. അതേ പറഞ്ഞു. ഇപ്പൊ കേരളത്തിനാണെങ്കിൽ ടീം പറഞ്ഞാൽ ഈവൻ ഇപ്പൊ ഈ സ്പോർട്സ് ആണെങ്കിലും സൗത്ത് സൈഡ് അത്രയും സപ്പോർട്ട് കുറവാണ് മൊത്തത്തില്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ ഇങ്ങനെ ഒരു ടീം ക്വാളിഫൈ ചെയ്യുന്ന വലിയൊരു കാര്യമാണ്. നിങ്ങൾ കളിച്ച കുറെ അണ്ടർഡോഗ്സ് ടീംസ് എല്ലാം കയറിയിട്ടുണ്ട്. അപ്പോ ഇതില് ഇപ്പോ ട്രയലോ അല്ലെങ്കിൽ ഇപ്പൊ മുന്നേ കളിച്ചൊക്കെ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ആരായിരിക്കും വിൻ ചെയ്യാൻ ചാൻസ് ഉള്ള ഏറ്റവും ബെസ്റ്റ് ഇന്റർനാഷണലി പെർഫോം ചെയ്യാൻ കാപ്പബിലിറ്റി ഉള്ള ടീം ഇപ്പൊ ഇതില് കൺഫേം ആയി പറഞ്ഞൂടാ? മറ്റേ വിന്നർ ആവുന്ന ടീം മറ്റേ കൺഫേം ആണോ? അല്ലേ, ഞങ്ങളുടെ ഫസ്റ്റ് കളിക്കാൻ ഞങ്ങൾക്ക് ഫസ്റ്റ് ആണ്. പിന്നെ ഇവിറ്റാണ് അതിന്റെ ഞങ്ങൾക്ക് കോമ്പറ്റീഷൻ എന്ന് പറയാം. അത്രയും നീറ്റായിട്ട് കളിക്കുന്ന ടീം വേറെ ഇല്ല. പവർ ആ ടീം ഒന്ന് പോയിട്ട് പുതിയ പ്ലെയർ വന്നിട്ടും കളിക്കുന്നത്. അല്ല, നമ്മള് വെച്ചിട്ട് ഇവര് പാസ്പോർട്ട് ഇല്ല, അപ്പൊ വരില്ല കണ്ണട വെച്ചിട്ട് കളിക്കാൻ പോകുന്നത്. അപ്പൊ നാളെ മാച്ചും കാര്യങ്ങളൊക്കെ തുടങ്ങും. കുറെ ഗെയിം കളിക്കാത്ത ആൾക്കാർ കാണുമ്പോൾ ചോദിക്കുമ്പോ ഇപ്പൊ ഏതാ ഗെയിം കളിക്കാറ് ചോദിക്കുമ്പോ ഇപ്പൊ PUBG ഒന്നും ഇല്ലേ? PUBG ഒക്കെ ബാനായി. എല്ലാരും കുറെ പേര് എപ്പോഴും PUBG ബാനായി. ഈ BGMI പറഞ്ഞ സംഭവത്തെ കുറിച്ച് അറിയില്ല. കുറെ പേര് വിചാരം PUBG പോയി ബാനായി. BGMI വരുമ്പോ അതെന്ത് സാധനം ചോദിക്കുന്നുണ്ട്. അങ്ങനെ കുറെ പേർക്ക് അറിയില്ലതാണ്. ഇനിയിപ്പോ ഇതിനു ശേഷം മറ്റേ ഒരു സ്പോർട്സ് വേൾഡ് കപ്പ് വരുന്നുണ്ട് റിയാദിൽ വെച്ചിട്ട്. അതിലൊക്കെ ഒന്ന് ക്വാളിഫൈ ഇവിടുന്ന് ഒരു ടീം പോവുക, അല്ലെങ്കിൽ അതിലൊക്കെ പോകാൻ പറ്റുക പറഞ്ഞാൽ തന്നെ നമ്മുടെ ഒരു ഗെയിമിംഗ് ഒരു കരിയർ വെച്ചിട്ട് അത്രയും ഒരു പീക്കിൽ അല്ലെങ്കിൽ ഒക്കെ ഒരു ഇന്റർനാഷണൽ ലെവലിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുക പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് LHSനെയും 8-ബിറ്റിനെയാണ്. അപ്പോൾ പേഴ്സണലി ഇതിലെ വലിയൊരു ടീം മാക്സിമം ജയിക്കട്ടെ, എന്ന് ജയിച്ചിട്ട് ചാമ്പ്യൻ ആവട്ടെ. സോ ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ നമുക്ക് നാളെ 2 മാച്ചിൽ കാണാം. സോ ഗൈസ്, നമ്മളങ്ങനെ BMPSന്റെ വെന്യൂവിൽ എത്തിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മുടെ കൂടെ വേറൊരു ആശാൻ കൂടെ ഉണ്ട്. ജയജബ്രോ മറ്റേ രാവിലെ തന്നെ ഫുള്ള് ഇതൊക്കെ ആയിട്ട് നിൽക്കുന്നത്. കാരണം ജയജബ്രോന്റെ കയ്യിൽ കിട്ടിയ പാസിന്റെ സാമാനം പൊട്ടിപ്പോയി. ആകെ പൊട്ടിയിട്ട് ആകെ എൻ്റെ പാസ് കിട്ടിയിട്ടില്ല. എൻ്റെ പാസ് ഇവിടെ ആരോടോ സംസാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്കങ്ങനെ എൻട്രൻസ് ഉള്ളിൽ കയറി സാമാനം കിട്ടി. VIP പാസ് കിട്ടിയിട്ടുണ്ട്. വലിയ ഇതോട്ടോ വെന്യൂ കേട്ടോ. ഭയങ്കര ഇതിനുള്ളിൽ കുറേ നടക്കാണ്ട്, കുറേ വലിയൊരു വെന്യൂ ആണ് സാമാനം വരുന്നത്. സോ yeah, oh my god, this is the entrance. Wow, what a beautiful. ആകെ പ്രാന്തായി നടക്കും. ഗൈസ്, എൻ്റെ കയ്യിലുള്ള മറ്റേ ബാഗിൻ്റെ സെയിം സാധനം, അതിൻ്റെ സെയിം എന്നല്ല ബട്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മോഡല് ലെവൽ 3 ബാക്ക് പാക്ക് സാധനം കൊള്ളാം. സോ അങ്ങനെ കുറേ കഷ്ടപ്പാടിന് ശേഷം ജയജബ്രോൻ്റെ ബാൻഡിൻ്റെ സാധനം സെറ്റായി. നെഗറ്റീവിലാണ്, പക്ഷേ അത് സ്റ്റിൽ കുഴപ്പമില്ല, സാധനം കിട്ടി, സെറ്റായി. അതേപോലെ തന്നെ എൻ്റെയും പാസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നേരത്തെ സംസാരിച്ചില്ല, VIP പാസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് പ്രശ്നം കുറച്ച് പാടാട്ടോ. ഇതിൽ വെച്ച് നമുക്ക് കയറാൻ പറ്റുന്ന പറഞ്ഞുതരാം. ഈ VIP പാസ് വെച്ചിട്ട് ബാക്ക് സ്റ്റേജ് കയറാം, VIP സീറ്റ്സ് ഉണ്ട് അവിടെ കയറാം, VIP ഡൈനിങ് ഏരിയ ഉണ്ട്, ഫുഡ്, ഇത്രയും ഇതാണ് കയറാൻ പറ്റുന്നത് ഈ ഒരു VIP. ഇത് വെച്ച് നമുക്ക് ഓഡിയൻസിൻ്റെ അവിടെ കയറാൻ പറ്റില്ല. പിന്നെ ഇവിടെയൊക്കെ ആൾക്കാർ ഓഡിയൻസ് ക്രൗഡ് ആക്ച്വലി കുറവാണ്. ഇപ്പോൾ ആരും ഉള്ള ആൾക്കാരൊക്കെ കയറിയുണ്ട്. മെയിൻ ഇത് ഫാൻ ഫേവറേറ്റ് ടീംസ് ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു ഓഡിയൻസിൻ്റെ ഇതുണ്ട്. ഇവിടെ വന്നുള്ള മോസ്റ്റ് ഓഫ് ദ ഓഡിയൻസും
8-bit സപ്പോർട്ട് ചെയ്യുന്നവരാളുള്ളത്. DDR സപ്പോർട്ട് ഉണ്ടാവും. DDR മറ്റേ ഇവനുള്ളതുകൊണ്ട് ജസ്ട്രോ ജസ്റ്റോ അല്ല DDR അല്ലേ? ജസ്റ്റ് മറ്റേ ഇവനില്ലേ യൂട്യൂബറില്ലേ ഡൈനാമോ ഇപ്പോൾ കൊളാബ് ചെയ്തില്ലേ. ഓ അങ്ങനെ പരിപാടി തുടങ്ങാനായിട്ടില്ല. പരിപാടി ഇനിയും സമയമുണ്ട്, ഇഷ്ടംപോലെ സമയമുണ്ട്. നമ്മൾ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കണ്ടറിയാം മാച്ചും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടറിയാം എന്താവും എന്നുള്ളത്. ലെറ്റ്സ് സീ. ഓക്കെ. Hi bro, how are you? Yeah, I'm good. How are you? See bro, all the way. So ഇവിടെ ടീംസ് എല്ലാവരും കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നുണ്ട്. വേറെ ഒരു സമാനം വെച്ചാൽ ഏയ് ഹലോ വാട്സാപ്പ് എടാ ഇപ്പം എൻട്രി കയറാൻ കാണോ? നിങ്ങളുടെ എവിടെ വരുന്നത്? ഈ സൈഡിലല്ലേ, ലെഫ്റ്റ് സൈഡിലല്ലേ വരുന്നത്? ആ അല്ല ഇതിനുള്ളിലടാ ലെഫ്റ്റ് സൈഡിൽ എന്തായാലും പൊളിക്കുക. എടാ അക്കീപ്പുറം വരുന്നൊന്നുമില്ല, അവരൊന്നും കണ്ടില്ല. ആ VIP അതിട്ട് അവിടെ ബാക്ക് എൻ്റെ ബാഗ് വെച്ച് വരാം. ഇൻസൈൻ്റെ അതിൽ വെച്ചിട്ടുണ്ട് ബാഗ്. Ladies and gentlemen, make some noise for Los Hermanos! നമ്മുടെ സ്പൈൻ്റെ LHS ടീം വരുന്നത്. के साथ it is the day जहां पर नींव रखी जाएगी. It is the day से वो चिकन डिनर उनसे छीन पाना impossible. Los Hermanos take a bow. What a game! वो आखिरी मुकाबला था. എടാ ഷർട്ട് ഊരണ്ടേ? ഇതിൽ ഷർട്ട് എന്ന് പറഞ്ഞ് ഷർട്ട് ഒരു തുള്ളിയാണ് നമ്മള് ഗെയിമിലൊക്കെ കുറേ ഉണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ മീറ്റ് ചെയ്യുന്ന ഈ ഒരു ഇതിന് വന്നിട്ട് മീറ്റ് ചെയ്യുന്നില്ല. ഫസ്റ്റ് മാച്ച് ഡിന്നർ അടിച്ച് കാല വിഷയങ്ങളല്ല ഒന്നും പറഞ്ഞിടോ. നൈസായിട്ട് സോണും കിട്ടി, കില്ലും എടുത്ത്. റിയാക്ഷൻ എടാ കാസ്റ്റേഴ്സ് വരെ പറയുന്നുണ്ട് ഇതെന്താ ഒരു മാതിരി ചത്ത വീട്ടിലിരിക്കുന്ന പോലെ നിങ്ങൾ ഇരിക്കുന്നു പറഞ്ഞു. ചുമ്മാ എന്തെങ്കിലുമൊക്കെ കാട്ട് പയ്യെ 2 പോസൊക്കെ ഇട്. മറ്റേ ഡിന്നർ അടിക്കുമ്പോ എടാ അതിൽ ഇടങ്ങൾ കാസ്റ്റേഴ്സ് തന്നെ പറയുന്നുണ്ട്. അതായത് എന്തെങ്കിലും ഒരു റിയാക്ഷൻ ഇല്ലാണ്ട് ഇരിക്കുന്നത്. അല്ലേ ഒന്ന് എണീറ്റ് എന്നിട്ട് ഇങ്ങനെ അങ്ങനെ കാണിച്ചാൽ മതി. അടുത്തേൽ ഇവൻ ഷർട്ട് വരും. സോ ഫസ്റ്റ് മാച്ച് കഴിഞ്ഞപ്പോഴുള്ള പോയിന്റ്സ് ടേബിളാണ്. LHS 26 പോയിന്റ്, 8-bit 7 പോയിന്റ്സ്. അവർക്ക് ലാസ്റ്റ് കുറച്ചൊന്ന് ഇതായി പോയി. സോ ലെറ്റ്സ് സീ നെക്സ്റ്റ് മാച്ച്. അപ്പോൾ ഇവിടെ ഓരോരോ ഇതിൻ്റെ ഓരോ ബൂത്തുകളുണ്ട്. കിയുടെ അതിൻ്റെ ഇവിടെ ക്രാഫ്റ്റ് ഇന്ത്യയുടെ ചലഞ്ചർ സോൺ എന്ന് പറഞ്ഞ സംഭവം നടക്കുന്നുണ്ട്. ലൈക്ക് ഓരോ മാച്ച് ചലഞ്ച് കളിച്ചിട്ട് അതിന് ജിം ചെയ്യാനുള്ള സംഭവങ്ങളോ അങ്ങനത്തൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. ഇവിടെ മോൺസ്റ്റർ എനർജിയുടെ ബൂത്തും കാര്യങ്ങളും, ഇവിടെ അതിലോട്ടുള്ള ക്യൂവും കാര്യങ്ങളും അതിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഇനി ഒരു ഒറ്റ മാച്ചും കൂടെ ഉള്ളൂ. और इस लान में रियल में भी
APS 2025 ग्रैंड फाइनल स्टेज 1 एक लौती टीम जो लेके गई है 3 चिकन इन अ सिंगल डे।